ഇനി മണവാട്ടി പെണ്ണിന് മഞ്ചേത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ട്ടോ. ലൈബ വെഡിങ് സെന്റർ, വെഡിങ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. പുലിയെ പിടികൂടാൻ മമ്പാട് എളമ്പുഴയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇപ്പോഴും അപ്പു. പുലി ഒന്ന് വന്നെങ്കിൽ തനിക്ക് മോചനമാകുമെന്ന പ്രാർത്ഥനയിലാണ് 4ാം നാളും അപ്പു എന്ന നായ. വ്യാഴാഴ്ച വൈകുന്നേരമാണ് മമ്പാട് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചത്. കെണിക്കൂടിന് 2 അറകളുണ്ട്. അതിൽ ഒരു അറയ്ക്കുള്ളിലാണ് അപ്പു ഉള്ളത്. പുലി കൂട്ടിൽ കയറിയാലും അപ്പുവിനെ തൊടാനാവില്ല. പച്ച പുതപ്പിച്ച് തണലേകുന്ന കൂട്ടിലാണെങ്കിലും ബന്ധനത്തിലാണ്. 3 നേരം സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിലും അപ്പു തൃപ്തനല്ല. പാതിരാവിൽ വിജനമായ സ്ഥലത്തെ കെണിക്കൂട്ടിൽ നിന്നും അപ്പുവിന്റെ നീട്ടിയുള്ള കരച്ചിൽ നാട്ടുകാർക്ക് കേൾക്കാം. പുലി കൂട്ടിൽ കയറിയാൽ അപ്പുവിന് മോചനമാവും. എന്നാൽ കൂട് സ്ഥാപിച്ച ശേഷം പ്രദേശത്ത് പുലിയെ കണ്ടവരില്ല. ഒന്നുകിൽ പുലി കൂട്ടിൽ അകപ്പെടണം, അല്ലെങ്കിൽ വനം വകുപ്പ് കൂട് ഒഴിവാക്കണം. അതുവരെ അപ്പു കൂട്ടിൽ തന്നെ. 2 ദിവസം കൂടി കെണിയൊരുക്കി തൽക്കാലം കൂട് തിരിച്ചെടുക്കാനാണ് വനം വകുപ്പിന്റെ ആലോചന. നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തെ അന്തേവാസിയാണ് അപ്പു. ജർമ്മൻ ഇനത്തിൽപ്പെട്ട അപ്പുവിനെ റോഡരികിൽ നിന്നാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിലെ അബ്ദുൽ മജീദിന് കിട്ടിയത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അപ്പുവിനെ ആരോ തെരുവിൽ ഉപേക്ഷിച്ചതാണ്. മജീദാണ് രക്ഷകനായത്. ആശുപത്രിയിലെത്തിച്ച് കാലുകൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്തി. 4 മാസത്തോളം മജീദിന്റെ പരിചരണത്തിലായിരുന്നു അപ്പു. പിന്നീട് ഒരു കുടുംബം അപ്പുവിനെ ദത്തെടുത്തെങ്കിലും 4ാം നാൾ നിലമ്പൂരിലെത്തി മജീദിനെ തേടിപ്പിടിച്ചു. 1 വർഷത്തോളമായി ജില്ലാ ആശുപത്രി പരിസരത്ത് ആംബുലൻസ് ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ജീവനക്കാർ, കച്ചവടക്കാർ എന്നിവരുടെ സംരക്ഷണത്തിൽ കഴിയുകയായിരുന്നു. മജീദും കൂട്ടുകാരുമാണ് അപ്പു എന്ന് പേരിട്ടത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. മദീന ബോർഡേഴ്സ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. 7510 616 130 8113